മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടതി ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. ദുരന്ത നിവാരണ ഫണ്ട് സംബന്ധിച്ച വിശദീകരണമാണ് സമർപ്പിച്ചത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, അന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചത് SDRF-ൽ എത്ര തുകയുണ്ട് എന്നുള്ള കാര്യം ധരിപ്പിക്കണമെന്നാണ്. അക്കാര്യത്തിൽ ധരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ പ്രധാന പ്രശ്നം മാധ്യമങ്ങളടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് SDRF-ൽ ഫണ്ടില്ല എന്ന് ഒരിക്കലും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല. SDRF-ലെ കണക്ക് കൃത്യമാണ്. അത് പൊതുജനങ്ങൾക്ക് കൂടി അറിയാവുന്നതാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, കോടതിയടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് കൃത്യമായ വിവരങ്ങൾ ഇന്ന് കോടതിയെ സംസ്ഥാന സർക്കാർ ധരിപ്പിക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ? സംസ്ഥാന സർക്കാർ വിശദമായ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അതിൽ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്രയുണ്ട്, ദുരന്ത നിവാരണ ഫണ്ടിന് എത്ര രൂപയുണ്ട്, SDRF-ൽ അത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ളതാണ്. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ആണ് ഈ കണക്കുകളുടെ വിശദാംശങ്ങൾ കോടതിയിൽ കൊടുത്തത്. അത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിലുള്ള തുകയും CMDRF-ലുള്ള തുകയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സഹായം എത്ര കിട്ടി, എത്ര വിനിയോഗിച്ചു, ഈ കേന്ദ്ര സഹായം ലഭിച്ചതിൽ വിനിയോഗിക്കുന്നതിനുള്ള അതിന്റെ സാങ്കേതിക തടസ്സങ്ങൾ എന്തൊക്കെയാണ്, കൃത്യമായ വിശദാംശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CMDRF-ൽ 682 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. CMDRF-ൽ നിന്ന് വേണം ഇത്തരത്തിലുള്ള എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പണം കണ്ടെത്തേണ്ടത്. ഈ SDRF, ഈ സംസ്ഥാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിനൊരു പ്രശ്നം, അത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിന് ചരടുകളുണ്ട്. അതിൽ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂർണ്ണമായി പലതിനും വിനിയോഗിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ വീട് നിർമ്മിക്കുന്നതിന്, സ്ഥലം ഏറ്റെടുക്കുന്നതിന്, പുനരധിവാസത്തിന് ഭൂമി വിലയ്ക്ക് വാങ്ങുന്നതിന് അടക്കമുള്ള തുക ഇത്തരം ഫണ്ടിൽ നിന്ന് എടുക്കാനാവില്ല. അതിന് സംസ്ഥാന ദുരന്ത നിവാരണ CMDRF-ൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാത്രമേ അതിന് പണം കണ്ടെത്താൻ കഴിയൂ. അത് ഈ സംഭാവനകളിലൂടെയും മറ്റും ലഭിക്കുന്ന തുകയാണ്. ആ തുകയിൽ നിന്ന് മാത്രമേ ഇത്തരം ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയൂ. അല്ലെങ്കിൽ ചരടുകളുണ്ട്. ചരടുകൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് 1 ലക്ഷത്തിലധികം രൂപ മാത്രമേ ഈ SDRF-ൽ നിന്ന് വിനിയോഗിക്കാൻ കേന്ദ്രം അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം ഒട്ടേറെ പ്രതിസന്ധികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കേന്ദ്ര സഹായം 291 കോടിയാണ് 2 ഘട്ടമായി കിട്ടിയത്. ആ തുക പൂർണ്ണമായി യഥാർത്ഥത്തിൽ വയനാടിന് വേണ്ടിയുള്ളതല്ല, സംസ്ഥാനത്താകെ ഉണ്ടാകുന്ന മറ്റു ദുരന്തങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പണമാണ്. അപ്പോൾ ബാക്കി പണം CMDRF-ൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി കേന്ദ്രത്തിൽ നിന്ന് വലിയ ധനസഹായം ലഭിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ. 2221 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് കേന്ദ്ര സർക്കാരിന്റെ മുമ്പാകെ കേരളം സമർപ്പിച്ച്. അതിൽ ചെറിയൊരു സഹായം മാത്രമാണ് കിട്ടിയത്. സംസ്ഥാന സർക്കാരാണെങ്കിൽ ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മാണം, വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളുടെ എസ്റ്റിമേറ്റുമായി മുന്നോട്ട് പോകും. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി നടത്തിയ പരാമർശത്തിന്റെ പേരിൽ മാധ്യമങ്ങളിലടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വരികയും ചെയ്തു. ഇവിടെ ഉയരുന്ന പ്രശ്നം എന്താണ്? SDRF-ൽ പണമില്ലെന്ന് സംസ്ഥാനം പറഞ്ഞിട്ടില്ല. CMDRF-ൽ പണമില്ലെന്ന് സംസ്ഥാനം പറഞ്ഞിട്ടില്ല. SDRF-ൽ നിന്ന് പണം ചെലവഴിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വീട് നിർമ്മാണത്തിന് 1,30,000 രൂപ മാത്രമാണ് ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ SDRF-ന്റെ നിബന്ധന പ്രകാരം. ഇവിടെ കേരളത്തിൽ ലൈഫ് മിഷൻ വഴി വീട് വെച്ച് കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇരിക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? വയനാട് ദുരന്തത്തിന് പ്രത്യേക പാക്കേജ് വേണം, കേന്ദ്രത്തിൻ്റെ പ്രത്യേക സഹായം ആവശ്യമാണ് എന്നുള്ളതാണ് കേരളം അന്ന് തൊട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 3 തവണ മെമ്മോറാണ്ടം സമർപ്പിച്ചു. പക്ഷേ ആ വിഷയത്തെ ലഘൂകരിക്കുകയും ഇവിടെ SDRF-ലെ കണക്കുകൾ തെറ്റാണ് കൊടുക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുകയും ചെയ്തു. ഇവിടെ ഹൈക്കോടതി ചോദിച്ച SDRF-ലെ കണക്കുകൾ കൊടുക്കുക, അത് കൊടുത്തിരിക്കുന്നു. പക്ഷേ മറ്റേ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എവിടെ കേരളത്തിനുള്ള കേന്ദ്ര സഹായം? അതായത് കേരളം കൃത്യമായ എസ്റ്റിമേറ്റ് കേന്ദ്രത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. 2221 കോടി രൂപ ഈ വയനാട് പുനരധിവാസത്തിനായി വേണ്ടിവരും എന്നുള്ള കാര്യം. പക്ഷെ കേന്ദ്ര സർക്കാർ പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ അതിനുള്ള പണമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു പണമില്ല. ഉള്ളത് തന്നെ 291 കോടി രൂപയാണ് 2 ഘട്ടമായി കിട്ടിയതാണ്. അത് ഒരു കാരണവശാലും പൂർണ്ണമായി വയനാടിന് വിനിയോഗിക്കാൻ കഴിയില്ല. ഇനി വയനാടിന് വിനിയോഗിക്കാൻ കഴിയണമെങ്കിൽ കൂടുതൽ ഫണ്ട് ആവശ്യമുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന പണത്തിൽ നേരത്തെ സുജി സൂചിപ്പിച്ചതുപോലെ ഓരോ ആവശ്യത്തിനും എത്ര രൂപ വിനിയോഗിക്കാൻ കഴിയും എന്ന് കൃത്യമായി നിബന്ധനയുണ്ട്. അതിൽ 1 ലക്ഷത്തിലധികം രൂപ മാത്രമാണ് പൂർണ്ണമായും നശിച്ച വീടിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. ഒപ്പം തന്നെ പുനരധിവാസത്തിന് ഭൂമി വാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായി വരും. അതിനൊന്നും ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാൻ കഴിയില്ല. അതിന് പണം കണ്ടെത്തണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നൊക്കെ പണം കണ്ടെത്തണം. അതിന് കേന്ദ്ര സഹായം അടക്കം ആവശ്യമാണ്. കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക പാക്കേജ് ഉണ്ടായാൽ മാത്രമേ ഇത്തരം ഈ അധിക ആവശ്യങ്ങൾക്ക് പണം വിനിയോഗിക്കാൻ കഴിയൂ.
പക്ഷെ ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത് വളരെ ചെറിയൊരു സഹായം മാത്രമാണ്. ഇവർ നൽകി എന്ന് പറയുന്ന തുക പോലും സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിലേക്കാണ്. അത് ഈ വയനാട്ടിലേക്ക് പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് എവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടായാൽ അതിനൊക്കെ വേണ്ടിയുള്ള തുകയാണിത്. അതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണ കോടതി ചോദിച്ചതും അതാണ്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ എത്ര കിട്ടി, അതെങ്ങനെ വിനിയോഗിക്കാൻ കഴിയും? അപ്പൊ വിനിയോഗിക്കാൻ കഴിയുന്നത് ഇത്രയാണ്, വയനാട്ടിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ പരിമിതി ഇതാണ് എന്ന് വിശദമാക്കുന്ന ഒരു സത്യവാങ്മൂലമാണ് സമർപ്പിച്ചത്. ഞാൻ ഏതായാലും കോടതി ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടാൽ കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞേക്കും. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൃത്യമല്ല, അതിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമല്ല എന്നൊരു വിവരം തന്നെ ഇതിൽ പറയുന്നുണ്ട്. പ്രത്യേക പരിഗണന ഇക്കാര്യത്തിൽ കേരളത്തിന് ആവശ്യമാണ്. അതാണ് 2221 കോടിയുടെ എസ്റ്റിമേറ്റ് നൽകാൻ കാരണം. പക്ഷേ അതിലൊരു തീരുമാനം ഇതുവരെ കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ. സാലി, ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട്ടിലടക്കം പ്രളയമുണ്ടായപ്പോൾ 900 കോടി അടക്കം അനുവദിച്ചു. അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിന് പിന്നാലെ വന്ന ഹിമാചൽ പ്രദേശിലും അടക്കം വലിയ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ, വലുതല്ല, കേരളത്തോളം വയനാട്ടിലെ ദുരന്തത്തോളം അല്ല, വളരെ പെട്ടെന്ന് തന്നെ 900-ഉം അതുപോലെ ബീഹാറിലടക്കം 1000-ലധികം കോടി നൽകുന്ന ഒരു സാഹചര്യം. ഒരു മാനദണ്ഡവും സമർപ്പിക്കാതെ, ഒരു നിവേദനവും സമർപ്പിക്കാതെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നു. ഇവിടെ ആ സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി പോയിട്ടില്ല. വയനാട്ടിൽ വളരെ കൃത്യമായി തന്നെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ബോധ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നു, 3.5 മണിക്കൂറിൽ അധികം അവിടെ ചെലവഴിക്കുകയും ചെയ്തു. അത്രയ്ക്ക് വലിയൊരു ദുരന്തമായിട്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കൊണ്ടുപോകുമ്പോൾ കേരളം കോടതിയിൽ അതും കൂടി ബോധ്യപ്പെടുത്തുന്നുണ്ടാകണമല്ലോ. തീർച്ചയായും. ഏതായാലും ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദമായൊരു SDRFിലെ കണക്കുകൾ, SDRFിലെ ഫണ്ട് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. SDRFിലെ ഫണ്ട് വിനിയോഗിക്കാൻ ചില മാനദണ്ഡങ്ങൾ തടസ്സമാകുന്നുണ്ട്. അതല്ല കേരളം ആവശ്യപ്പെടുന്നത്, വയനാടിനായി പ്രത്യേക പാക്കേജ്. മാത്രമല്ല SDRFിലടക്കം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും കേരളം ആവശ്യപ്പെടുകയും